ഇങ്ങോട്ട് അങ്ങനെ ഒടുവില്ലാതെ വന്നിരിക്കുകയാണ്. പൊതിച്ചോറും കൊണ്ട് വന്നിരിക്കുകയാണ്. വാ വാ വാ. അവിടെ ഒന്നുമില്ല അപ്പച്ചി, സുഖം സ്വസ്ഥം. വിച്ചുവിന് കുഴപ്പമില്ല. എന്താണ് മോളെ അവർക്കറിയാമല്ലോ, ഇവിടെ ചോറില്ലാഞ്ഞിട്ടല്ലോ. അതെ, അവിടെ മോടെ കല്യാണത്തിന്റെ ചോറായത്. എന്താ അവിടെ മോടെ കല്യാണത്തിന് എനിക്കൊരു വയറ് ചോറുണ്ട്, അത് കിട്ടിയില്ല എനിക്ക് ഇതുവരെ. അതെ അതെ, ആ മോക്ഷം അവർക്ക് കിട്ടണം. പറഞ്ഞ് മനസ്സിലായോ? മനസ്സിലായി മനസ്സിലായി. ചോറ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ശാപം അവർക്ക് വരരുത്. ഓക്കെ, ഞാൻ ജീവിച്ചിരിപ്പുണ്ടല്ലോ, അവസാനം കണ്ണിയായി കുടുംബത്തിന്റെ. മനസ്സിലായോ എനക്ക്? മനസ്സിലായി. എനിക്ക് നിങ്ങൾ ചോറൊന്നും തരാഞ്ഞിട്ട് ഇവിടെ ഇല്ലാഞ്ഞിട്ടും അല്ല, ഈ 10 പറ്റി ഞാൻ തിന്നണം. അന്നേരം അവർക്ക് എല്ലാ നമ്മുടെ കുടുംബത്തെ സകല ആളുകൾക്കും തൃപ്തി വരും. കാല് ഇലക്കകത്ത് പൊതിച്ചോറ് വേണമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പറഞ്ഞ പാത്രത്തിൽ മതിയായിരുന്നു. നമ്മുടെ വീട്ടിൽ അവര് കൊണ്ട് തന്നില്ല, നീ അത് അടുത്തോ അല്ലേ? ഇലക്കകത്ത് കൊണ്ടുവന്നാൽ അവര് കുഞ്ഞമ്മ വരുന്നതിന് മുമ്പേ ചോറ് കൊണ്ടുവരുന്നെന്ന് പറഞ്ഞപ്പോ പറയണേ, ആ ഈശ്വര കൊണ്ടുവരട്ടെ, എനിക്ക് 2 നേരം തിന്നാനുള്ളത് കാണുമോ? കുറച്ച് വാരി വെച്ചേക്ക. നോക്ക്, ചിരി നോക്ക്. ഒരു പിഞ്ഞാണി എടുത്ത് കുറച്ച് അതിൽ എല്ലാ വിഭവങ്ങളും ഇട്, ബാക്കി നിങ്ങൾ എല്ലാവരും കൂടെ കഴിക്കും. അതല്ലേ എനിക്ക് ഏറ്റവും എന്താ തൃപ്പതി, അതല്ലയോ വെച്ചേ? അതെ അതെ അതെ. പിന്നെ നമ്മുടെ കുടുംബക്കാർ മൊത്തം കഴിക്കണം. മോളെ ചോറ് തിന്നാൻ കാണാനിട്ടല്ല, അവിടെ മോടെ കല്യാണത്തിന് ഒരു വരെ ചോറ് ഞാൻ കഴിക്കേണ്ടത്. കേരളം മൊത്തം ഈ കഥ അറിയാം ഇപ്പം, അതുകൊണ്ട് അച്ഛമ്മ ചോറ് കഴിക്കും. ഇത് ചമ്മന്തി ഈ ഇലയെല്ലാം കഴിച്ചൂടെ? എല്ലാം വേണം, എല്ലാം വേണം, ഒന്നും മാറ്റി വെക്കണ്ട, എല്ലാം വേണം. ഇനി വിച്ചുവിന്റെ കല്യാണത്തിന് ഒരു സദ്യ ഉള്ളതല്ലയോ? എവിടെ പോന്നു? ടൂറ് പോന്നു? എവിടെ പോന്നു? എന്റെ കുടുംബത്തെ അവസാനം തന്നെയാ ഞാന്. അന്നേരം എനിക്കിതിനൊക്കെ ആഗ്രഹമുള്ള, ഞാൻ മാത്രമല്ല ഇത് തിന്നുന്നത്, പിന്നെ എന്റെ കൂടെ വേറെ ആളുകളും കാണും. അതാരാ? പായസം ഉണ്ട്, പായസം പായസം അച്ഛമ്മ കഴിക്കും, ഷുഗറൊന്നുമില്ല. അങ്ങനെ ആ ട്യൂഷനിലെ ശാപം അങ്ങ് മാറി. ആ കഥ ഒന്ന് അടയ്ക്കാമോ? സൗണ്ട് വരും ഇല്ലേ ചമ്മേ? ട്യൂഷനിലെ ശാപം മാറിയില്ല. ആ ചമ്മന്തി ആയാലും മതി എന്ന് പറഞ്ഞപ്പോ ചമ്മന്തി മാത്രമല്ലല്ലോ, അത് കൊണ്ടുവരുന്നവരുടെ ആഗ്രഹമല്ലേ? നമുക്ക് തടയാനൊക്കുവോ? എല്ലാ വിഭവങ്ങളും ഉണ്ട്. അങ്ങനെ അച്ചുവിന്റെ കല്യാണ സദ്യ ഉണ്ടേ. ഇനി സന്തോഷമായല്ലോ. സന്തോഷമായി. അതെല്ലാം പറഞ്ഞു, ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ എൻ്റെ കുടുംബക്കാർ മൊത്തവും കാണും. അവസാനം കണ്ണിയാ ഞാന് എൻ്റെ കുടുംബത്തിൻ്റെ. ബിരിയാണി കഴിയുമ്പോ ഒരു പ്രത്യേകത നിങ്ങളുടെ കുടുംബത്തുണ്ടാവും. ആണോ? എന്റെ കടമെല്ലാം തീരുവോ? അതൊക്കെ ഒരു ചോദ്യമാണ്. അയ്യോ, നിങ്ങൾക്കറിയാലോ, ഒറ്റ ദിവസം എനിക്ക് വേണ്ടാത്ത പാടേ ഉള്ളൂ ഇവിടെയല്ല. പിന്നെ ഇതൊക്കെ ഞാൻ ചോദിച്ചു മേടിച്ചില്ലല്ലോ. ഇനിയിപ്പോ പറയത്തില്ലല്ലോ, അല്ലേ അത് എന്താ അങ്ങനെ വരാത്തേ? ഇപ്പൊ എന്താ അല്ലേ അത് വരാത്തേ? ഒരുപാട് പേര് വെയിറ്റിംഗ് ആയിരുന്നു, ഒരുപാട് പേര് കാത്തിരിക്കുമായിരുന്നു അച്ചമ്മ ലത കൊണ്ടുവരുന്ന പൊതിച്ചോറ് കഴിക്കുന്ന കാണാൻ. പക്ഷെ അച്ചമ്മ ഇലക്കകത്ത് കഴിക്കാതെ പ്ലേറ്റിനകത്ത് കഴിച്ചതൊരു നിരാശയായിപ്പോയി.
ഈ ഇലക്കകത്ത് തന്നെ കഴിക്കണമായിരുന്നു. അതൊക്കെ ഓരോ അവിടെ ഇരിക്കുകയല്ലയോ. അതാ അതെടുത്ത്